വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 35-ാം പുസ്തകമാണ്. 14 അധ്യായങ്ങളുള്ള ഹോസിയ പ്രവാചകന്റെ പുസ്തകം. BC 746 കാലഘട്ടത്തിൽ അദ്ദേഹം യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യെറോബാമിന്റെ കാലത്തും പ്രവചിച്ചു. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ സ്വന്തം വിവാഹ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഹോസയുടെ ജീവിതം തന്നെ ദൈവത്തിന്റെ സന്ദേശമായി മാറുന്നു. ദൈവം ഹോസയായി പരസംഗം ചെയ്യുന്ന ഗോമർ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ കൽപ്പിക്കുന്നു. ഇത് ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ വിട്ടുമാറി വിഗ്രഹാരാധനയിൽ ഏർപ്പെട്ടിരിക്കുന്നതിന്റെ പ്രതീകമാണ്. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തോടുള്ള വിശ്വാസം വിട്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചതിനാൽ അവരുടെ ആത്മീയ പരസംഗം ദൈവം കുറ്റപ്പെടുത്തുന്നു. ജനങ്ങളുടെ പാപങ്ങൾക്കായി ദൈവം ശിക്ഷ പ്രഖ്യാപിച്ചെങ്കിലും അവരെ വീണ്ടും തന്റെ ജനങ്ങളായി സ്വീകരിക്കുമെന്ന് കരുണയോടെ വാഗ്ദാനം ചെയ്യുന്നു. ഹോസേയുടെ കഥയിൽ ദൈവത്തിന്റെ സ്നേഹം, ക്ഷമ, കരുണ എന്നിവ ശക്തമായി പ്രകടമാകുന്നു. ജനങ്ങൾ പലവട്ടം ദ്രോഹിച്ചാലും ദൈവം അവരെ തിരികെ വിളിക്കുന്നു. ഹോസിയ 1-ാം അധ്യായം ഇസ്രായേലിന്റെ വിശ്വാസദ്രോഹവും ദൈവത്തിന്റെ ശിക്ഷയും അതിനോടൊപ്പം ദൈവത്തിന്റെ കരുണയും പ്രതിപാദിക്കുന്നു. ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിന്റെ തുടക്കം അവിടുന്ന് അരുളി ചെയ്തു, നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക. കാരണം കർത്താവിനെ പരിത്യജിച്ച് ദേശം വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. ഹോസിയ 1-ാം അധ്യായം 2-ാം തിരുവചനം. ഹോസിയ 2-ാം അധ്യായം ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ ഭർത്താവും ഭാര്യയും എന്ന പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ വിഗ്രഹാരാധനയിൽ ഏർപ്പെട്ടത് ആത്മീയ പരസംഗമായി ചിത്രീകരിക്കുന്നു. 3-ാം അധ്യായത്തിൽ ദൈവം ഹോസിയയോട് തന്റെ ഭാര്യയെ വീണ്ടും സ്നേഹിക്കാനും സ്വീകരിക്കാനും കൽപ്പിക്കുന്നു. ഇത് ഇസ്രായേൽ ജനങ്ങൾ വിഗ്രഹാരാധനയിൽ വീണിട്ടും ദൈവം അവരെ വീണ്ടും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കാര്യം പ്രതീകാത്മകമായി കാണിക്കുന്നു. 4-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്കെതിരെ തന്റെ കുറ്റവിചാരണ പ്രഖ്യാപിക്കുന്നു. അവർ ദൈവത്തെ വിട്ടുമാറി വിഗ്രഹാരാധനയിൽ, അഴിമതിയിൽ, അന്യായത്തിൽ, അശുദ്ധ ജീവിതത്തിൽ വീണു. പുരോഹിതന്മാരും ജനങ്ങളും ഒരുപോലെ ദൈവത്തിന്റെ നിയമം മറന്നുപോയി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.